ഹായ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുക. എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ അഭയാരണ്യം എക്കോ ടൂറിസം. അഭയാരണ്യം എൻ്റെ കാപ്രിക്കാട് അഭയാരണ്യം എക്കോ ടൂറിസം എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പേരാണത്. കറക്റ്റ് വായി കിട്ടത്തില്ല. അഭയാരണ്യം തന്നെയാണ്. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 31 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളും പിള്ളേരെ കളിപ്പിക്കാനൊക്കെ സുഖമാണ്. ആനയും മാന് അങ്ങനെ കുറച്ച് ഒരു ഫോറസ്റ്റ് ഏരിയ. പല ആൾക്കാർ പലരും പോയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടിട്ട് അതുവഴി നോക്കിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. 8 മണി തൊട്ട് 5 മണി വരെയൊക്കെയാണ് അവിടെ ടൈം വരുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അടിപൊളിയാണ്. നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഈ ചൂടത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. നല്ല തണലും കാര്യങ്ങളും ഫുള്ള് മരങ്ങളും ഒരു ഫോറസ്റ്റ് ഏരിയ ഫീലിംഗ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ പോയിട്ടുള്ള വിശേഷം കാണാം. കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. ഇവിടെ ഒരു ഹോട്ടലും ഇല്ല. നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്തി. പക്ഷേങ്കിൽ ഇവിടെ ഒന്നും ഹോട്ടൽസ് ഇല്ല. ഞങ്ങൾ പിന്നെ തിരിച്ചൊരു 2-3 കിലോമീറ്റർ വന്നിട്ടാണ് ഹോട്ടൽ കണ്ടത്. അപ്പോൾ നേരെ നോക്കട്ടെ എന്താ സ്ഥിതി എന്നറിയില്ല. ബിരിയാണി കഴിച്ച് എൻ്റെ മുന്നേ വയറ് പൊട്ടാനായി. കുഴപ്പമില്ല, ബിരിയാണി കുഴപ്പമില്ല. സമയം 12 മണി ആയിട്ടില്ല. 12 മണിക്ക് ഫുഡ് കഴിക്കാൻ കയറിയില്ല. അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിച്ച് കഴിയുമ്പോഴത്തേന് ഏകദേശം 3-4 മണിയാവും. പിന്നെ റിസ്ക് ആവേശത്തിന് കൊണ്ടാറണങ്ങും. അപ്പോൾ വലിയ കുറേ ഉണ്ട് ക്വാണ്ടിറ്റി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ബിരിയാണി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൊത്തം അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. ഞാനിട്ട് കുറച്ച് കഴിച്ച് കടല മുട്ടായി മേടിച്ചു കൊടുത്തു. സേമിയ മുട്ടായി. ഞാനിട്ട് ഹായ് പറയണേ. സേമിയ മുട്ടായി കാണിച്ചു കൊടുത്തു. നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം. വെള്ളംതാ കപ്പിക്കുതാ വെള്ളംതാ ശരിയില്ല. സ്ഥലത്തെത്തി. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകണം. ടിക്കറ്റ് കൗണ്ടർ പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ഇതിൽ ചാടിക്കോ, ഇതിൽ ചാടിക്കോ. ഇങ്ങ് വാ, ഇങ്ങോട്ട് വാടാ. വലിയൊരു ഗാർഡൻ കേട്ടോ അത്. ഫുള്ള് മരങ്ങൾ, ഫോറസ്റ്റ്. എനിക്ക് തോന്നുന്നു, അയ്യോ ചവിട്ടിപ്പോയി പാപ്പ. എനിക്ക് തോന്നി മഴക്കാലത്ത് വരുമ്പോഴായിരിക്കും ഫുള്ള് അടിപൊളി ഫീൽ. ഇവിടെ ഒരു റെയിൻ ഫോറസ്റ്റ് സെറ്റപ്പ് ആയിരിക്കും. ഇപ്പോഴത്തെ ഇതിൻ്റെ ഉള്ളിൽ മാനും ആനയും ഇതിൻ്റെ ചെറിയൊരു പാർക്ക് പോലെ, പാർക്കല്ല, അതിനെ വളർത്തുന്ന ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഏകദേശം അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിന് ഏകദേശം 500 മീറ്റർ നടക്കാനുണ്ട്. കുഴപ്പമൊന്നുമില്ല, നൈസാണ്. തണലും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റത്തത് നമ്മളെ മാനിൻ്റെ ഏരിയ ആണ്. നൈസാണ് കേട്ടോ. ഇവിടെ കുറേ മാനുകളുണ്ട്. അതേപോലെ ഈ ചത്ത മാനിൻ്റെ കൊമ്പുകളൊക്കെ ഇവരിങ്ങനെ നെറ്റിലിങ്ങനെ സൈഡിലുള്ള നെറ്റിലിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ക്യാമറയിൽ കറക്റ്റ് കാണുമെന്നറിയില്ല. വാവ്, കണ്ടാ കൂടാരം പോലെ ഉണ്ടല്ലേ അണ്ണാ. ഇത് രസമാക്കടാ. ഓടി 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 മുട്ടുകുത്തി ഉരുണ്ടിട്ട് വീണ്
മുട്ട് മുറിഞ്ഞ് കാണിച്ചു കൊടുക്കാണ്? ഇല്ല, നോക്കട്ടെ അപ്പം നോക്കട്ടെ. വേണ്ട, ഓക്കെ. ഇത് മൊത്തം പിടിയാനകളാവും. 4 പിടിയാനകൾ, 2 കൊമ്പനും. ഒരു താഴെ ഒരു കൊമ്പനുണ്ട്. ഓ, സൈസ് കിടിലൻ ആളാണ്. അതിന് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അഞ്ജന, പാർവതി, ആശ. ഈ ആനനെ കണ്ടോ? എന്നാ എടുപ്പറിയാനാണ്. നല്ല രസമുണ്ട് കാണാൻ. കൊമ്പൊക്കെ നല്ല വലിയ കൊമ്പൊക്കെ ആയിട്ട് നല്ല തലയെടുപ്പുള്ളതാണ്. രസമുണ്ടാ? സൂപ്പറാണോ? സൂപ്പറാണോ അണ്ണ? സൂപ്പറാണോ? ഞാൻകുട്ടൻ തളർന്നു. ഞാൻകുട്ടൻ ക്ഷീണമായി. എടുക്കാൻ പറഞ്ഞൊന്നുമില്ല. പിന്നെ ഏട്ടൻ പാവം തോന്നിയിട്ട് ഏട്ടനെ എടുത്തു. ഇനി ഇങ്ങനെ നടക്കാനുണ്ട്. ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കാണ്. വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉള്ളു. ഊഞ്ഞാല്, ചെറിയൊരു പ്ലേ ഗ്രൗണ്ട്. ഇവിടെ അടിപൊളി സ്ഥലമാണ്. പക്ഷേ എനിക്കൊന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അടി രണ്ടും കൂടെ അടി. ഐസ്ക്രീം ഒരുത്തൻ്റെ ഐസ്ക്രീം കഴിഞ്ഞപ്പോൾ അടുത്ത ഇവളെ ഐസ്ക്രീം വേണം. അതിന് വേണ്ടി അടി. കൊടുക്കടി ഒരു വർഷം കൊടുക്ക്. എന്ത് ഇഷ്ടത്തിയ നീ? അയ്യോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ അവിടുത്തെ ചേച്ചീനോട് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ അടുത്ത് പാണംകുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പറഞ്ഞു. അവിടെ നമുക്ക് വെള്ളത്തിലിറങ്ങാം. മറ്റേ കൊട്ടാവഞ്ചിയിലൊക്കെ എക്സ്ട്രാ ക്യാഷാണ്. അതിലൊന്നും കയറുന്നില്ല. പക്ഷേ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെ നമുക്ക് വെള്ളത്തിലിറങ്ങാം. കൊച്ചുങ്ങളൊക്കെ ഇറക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 4 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നേരത്തെ പോയതിനെക്കാട്ടിയും ബെറ്ററായിട്ട് കുറച്ച് തണലും കാര്യങ്ങളും കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പം കുറച്ചുകൂടി ബെറ്ററായിരിക്കും. എങ്ങനെയുണ്ടെന്ന് നോക്കാം പോയി. ഇതാണ് ഗൈസ് ഇവിടുത്തെ പാർക്കിംഗ് വരുന്നത്. പാർക്കിംഗ് ഫീ ആയിട്ടൊന്നും ചാർജില്ല. ടിക്കറ്റിന് മാത്രമേ ചാർജുള്ളൂ. എനിക്ക് ചിലപ്പോൾ ടിക്കറ്റിൻ്റെ കൂടെ ആഡ് ആക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ടിക്കറ്റിൽ അതൊന്നും കാണിക്കുന്നില്ല. പാർക്കിംഗ് സ്പേസ് വലിയ കുഴപ്പമില്ല. ബാത്റൂമൊക്കെ ഉണ്ട്. എന്താ പാണംകുഴി ടിക്കറ്റ് ഉണ്ട്. 70 രൂപ. അല്ല 70 അല്ല 75 രൂപ ടിക്കറ്റ് പോകുന്നുണ്ട്. 2 പേർക്ക് 150 75 രൂപ. വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഈ വഴി കയറണം. ഈ വഴി കയറി കുറച്ചങ്ങോട്ട് പോകണം. ഇതിനുള്ളിൽ കൂടെ പോകണം. പിന്നെ കൊട്ടാവഞ്ചി ഉണ്ട്. കൊട്ടാവഞ്ചിക്ക് എക്സ്ട്രാ റേറ്റാണ് പോകുന്നുണ്ട്. എത്ര 600 മറ്റെയാണ്. 4 പേരെ പോകത്തുള്ളൂ. 600 ഞങ്ങളെടുത്തില്ല. ജ്ഞാനക്കുട്ടനുള്ളതും കൊണ്ട് ഞങ്ങൾ എടുക്കാൻ നിന്നില്ല. ജ്ഞാനക്കുട്ടനാണെങ്കിൽ ഉറക്കം വന്ന് തൂങ്ങുന്നുണ്ട്. അവൻ വെള്ളത്തിൽ കൊണ്ടുപോകണം, വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. അതാ തത്ത കരയുന്നുണ്ടാ? അയ്യോ അമ്മ, പാമ്പ് പോകാൻ നോക്കമ്മ. എൻ്റെ മോളെ ഇതാ പോന്നു. പോയി ഇതാ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ കണ്ട. ഇതാ പോന്നു. നോക്കി നടക്കണേ. ഇങ്ങനത്തെ സ്ഥലമൊക്കെ ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. തണുത്ത ചപ്പിലല്ലേ, അണലി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കും. രക്ഷയില്ലാണ്ട്. അയ്യോ
ഓ എന്ത് വലിയ മരല്ലേ കണ്ണാ. എന്താ കാണിക്കുന്നത്? സ്ഥലം വഴി രണ്ടായി പിരിയുന്നു. ഇത് കൊള്ളാല്ലേ, നൈസ് വഴി. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം. അവിടെ അല്ലേ കേട്ടോ. എന്താടാ ഒരു വായ്നോട്ടം? അവിടെ നിന്ന് ചാടല്ലേ. വാ നോക്കണ സ്ഥലം. സ്ഥലം നോക്കണ. വാ മെല്ലെ മെല്ലെ. എനക്കിട്ട് ഇഷ്ടായടാ. വഴി വീഴല്ലേ. അതാ വെള്ളത്തിന് നമ്മൾ ഉദ്ദേശിച്ചത്ര തണുപ്പില്ല, ചൂടാണ്. ഒന്നാമത് വെള്ളം കുറവായത് കൊണ്ട് ഒഴുക്ക് കുറവാണ്. വെള്ളത്തിന് ഒഴുക്ക് കുറവാണ്. പാറയിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അധികം ഒഴുക്ക് കുറഞ്ഞിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അതിലാണ് എല്ലാവരും കളിക്കുന്നത്. വെള്ളം അപ്പോൾ ഇന്നത്തെ കലാപരിപാടി അവസാനിച്ച്, വെള്ളത്തിൽ കളിയും കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ തിരിച്ചു വരും. അപ്പോൾ ഗെയ്സ്, ഇന്നത്തെ ഔട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ക്യാനറ്റിനൊക്കെ ഒരു വഴിയായി, ക്ഷീണിച്ചിട്ട്. പക്ഷേ കുഴപ്പമില്ല, ക്ഷീണമല്ല, തളർന്നു. പക്ഷേ ചൂടൊക്കെ ആയിട്ടേ അവൻ നടക്കുമായിരുന്നു, അവൻ എടുക്കാൻ സമ്മതിച്ചില്ല. അവൻ ഇങ്ങനെ നടന്നു, കുറേ നടന്നു വന്ന് അപ്പം നല്ല വിശന്ന്. ആശയം ഇതാ ദോശ ഉണ്ടായിരുന്നു, അത് നല്ല കഴിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളും എത്രയാണെന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്നു നോക്കുക ഒരു ദിവസം. ചൂടുള്ള ടൈമിലൊക്കെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമാണ്. ചൂടുണ്ട് കേട്ടോ, നടക്കാനുണ്ട് കുറച്ച്. അപ്പോൾ കുറച്ചേ നടക്കാനുള്ളൂ, ഒരു 500 മീറ്റർ ആ റേഞ്ചൊക്കെ നടക്കാനുള്ളൂ. പക്ഷേ വെയിലാണെങ്കിൽ ഭയങ്കര വിയർക്കും നമ്മൾ, ഭയങ്കര വിയർത്ത് വലിക്കും. നല്ല മരങ്ങളിലെയും കൂടെ തണലാണ്, നടക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നല്ല ചൂടായതുകൊണ്ടേ ചിലവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.